Okay. Now we will do the next section of the stack again, which is the linked representation of stack. In the previous class, we looked into what is a stack, the definition of stack, the array implementation of the stack, and then another class we implemented the push and the pop operation using the C program. Now in this class, as I told you in the previous section, that stack can be implemented both in the form of an array and as a ലിങ്ക് ലിസ്റ്റ്. സോ ഇതിൽ നമ്മളിപ്പം സ്റ്റാക്കിനെ എങ്ങനെ ലിങ്ക് ലിസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. സോ സാധാരണ ലിങ്ക് ലിസ്റ്റിലും നമുക്ക് സ്റ്റാക്കിന് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ അവിടുത്തെ ലിങ്ക് ലിസ്റ്റ് സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് സ്റ്റാർട്ട് എന്താണോ അതാണ് ഇവിടുത്തെ ടോപ്പ്. സ്റ്റാക്കിൽ ടോപ്പിനെ നമ്മൾ സ്റ്റാർട്ടായിട്ട് കൊടുക്കുന്നു. ഓക്കെ. ആൻഡ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ടോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് വെച്ചിട്ടാണ്. വേറെ പേര് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് തന്നെ കൊടുത്താൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. So whenever you insert, you're going to insert in the beginning of the stack, beginning of the linked list. അപ്പം സ്റ്റാർട്ടിൻ്റെ അകത്ത് മാത്രമേ അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. ഇനി the last node will contain a null pointer. So this indicates the bottom of the stack. സ്റ്റാക്കിൻ്റെ ഏറ്റവും അവസാനമായിട്ടാണ് കാണിക്കുന്നത്. So push operation is done by inserting a node in the front of the list. അപ്പോൾ ആദ്യം ഇൻസേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ചേഞ്ച് ദി അഡ്രസ് ഇൻ ദി സ്റ്റാർട്ട് നോഡ്. ഇനി പോപ്പ് ഓപ്പറേഷൻ ഇസ് ഡൺ ബൈ ഡിലീറ്റിംഗ് ദി നോഡ് പോയിൻറ്റഡ് ടു ബൈ ദി സ്റ്റാർട്ട് പോയിൻറ്റർ. അപ്പം എവിടെയാണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിൻ്റ് ചെയ്യുന്നത് അതിനെ ഡിലീറ്റ് ചെയ്താൽ അതാണ് നമ്മുടെ ടോപ്പ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ ഹാവ് എ സ്റ്റാക്ക് ലൈക്ക് ദിസ്. ഇപ്പോൾ സ്റ്റാക്കിനെ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി 3 എലമെൻ്റ് ഉണ്ട്. ഇതാണ് ബോട്ടം ഓഫ് ദി സ്റ്റാക്ക്. അതിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്, വീണ്ടും അതിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്, ഇതാണ് സ്റ്റാർട്ട്. സോ സ്റ്റാർട്ട് പോയിൻറ്റ്സ് ടു ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ പേരും കൂടെ കൊടുക്കാം, ടോപ്പിൽ നിന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ടോപ്പിൽ നിന്ന് കൊടുത്തു. സോ as is the case with the singly linked list, each node contains 2 parts, the info part and the link part. The info part contains the element of the stack and the link part contains the address of the next element of the stack. ഓക്കെ, ഇനി നമ്മളൊരു എലമെൻറ്റ് പുഷ് ചെയ്യാണ്. ഞാൻ സപ്പോസ് ഐ എം ഗോയിങ് ടു പുഷ് ഡി ഇൻ ടു ഇറ്റ്. ദാറ്റ് മീൻസ് ഡീനെ നമുക്ക് ഇതിന് മുമ്പിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഡൺ. അപ്പം ഈ സിയുടെ അഡ്രസ്സ് സ്റ്റാർട്ടിൽ നിന്ന് മാറി ഇവിടേക്ക് വരുന്നു, ഡിയിലേക്ക്. ആൻഡ് ഡിയുടെ അഡ്രസ്സ് സ്റ്റാർട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി ഞാൻ പോപ്പ് ചെയ്യുമ്പം ഡീനെ പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡീനെ പോപ്പ് ചെയ്ത് ഇങ്ങോട്ട് സിയിലേക്ക് അതിൻ്റെ കണക്ഷൻ വരുന്നു. സോ നൗ ടോപ്പ് പോയിൻറ്റ്സ് ടു സി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? എന്തുകൊണ്ട് നമ്മൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നു? അപ്പം in array operation we have seen the overflow condition. What is an overflow condition? That is when the size of the array reaches the maximum stack. മാക്സിമം സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എത്ര എലമെൻ്റ് ഒരു സ്റ്റാക്കിൽ പറ്റും, അതാണ് മാക്സിമം സ്റ്റാക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ തരിക. അത് അറേയിൽ നമുക്ക് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി വിൽ ബി ദ സൈസ് ഓഫ് ദി അറേ. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പുതിയ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ദ സ്റ്റാക്ക് ഇസ് ഫുൾ. ദർ ഇസ് നോ പ്ലേസ് ഫോർ ഇൻസേർട്ടിങ് എ ന്യൂ എലമെൻറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ലിങ്ക് ലിസ്റ്റ്, as long as there are free nodes, as long as there are free space or free nodes in the memory, that will be available in the avail list. avail ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് avail ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരില്ല. വെരി റെയർലി ഓൺലി ഓൾ ദ സ്പേസ് വിൽ ബി യൂസ്ഡ് അപ്പ്. സോ അങ്ങനെ ഓവർഫ്ലോ കണ്ടീഷൻ വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മറ്റേതിൻ്റെ അകത്ത് അണ്ടർഫ്ലോ ഉണ്ട്. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്ക് എം ടി ആണ്, എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നു. ആ കണ്ടീഷൻ ഇപ്പോഴും വരും. സ്ലാക്കിൽ ഉണ്ടെങ്കിലേ നമുക്കതിനെ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓവർഫ്ലോ കണ്ടീഷൻ വിൽ ബി എലിമിനേറ്റഡ്. ദർ ഇസ് നോ പ്രോബ്ലം ഓഫ് overflow. So we will see how we are going to do the stack using the push operation. അപ്പോൾ ഇതിന് പേര് കൊടുത്തു പുഷ് ലിങ്ക് ലിസ്റ്റ് സ്റ്റാക്ക്. അപ്പോൾ ഇവിടെ ഇൻഫോ കൊടുത്തു, ലിങ്ക് കൊടുത്തു, ടോപ്പ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിന് പകരം avail is the starting address of the linked list which contains all the free nodes. ആ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് avail ഉണ്ടാവുക. ദിസ് ഇസ് ഐറ്റം ദാറ്റ് യു വോണ്ട് ടു പുഷ്. അപ്പോൾ ഇവിടെ ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല, ലിങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. avail equal to null ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സ്പേസ് ഇല്ല, റൈറ്റ്? ഓവർഫ്ലോ ആൻഡ് എക്സിറ്റ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? avail എവിടേക്ക് പോയിന്റ് ചെയ്യുന്നു അതാണ്, ആ നോഡാണ് ന്യൂ ആയിട്ട് എടുക്കുക. സോ ന്യൂ വിൽ ബി ദ ഫസ്റ്റ് നോഡ്. സോ ഇഫ് യു ഹാവ് avail ഹിയർ, ഇങ്ങനെ ഒരു avail ഉണ്ടെങ്കിൽ avail പോയിന്റ് ചെയ്യുന്നത് this is avail 1020. So this is 10
and this is 20 and this is x and this is 10. അപ്പം എന്താ ചെയ്യുന്ന avail is equal to null അല്ല, അപ്പം ഇങ്ങോട്ട് വരുന്നു new is equal to avail. So you're creating a new node. New is equal to avail. Avail എന്താ 10. So now this will point to this one. ഇതാണ് നമ്മുടെ new node. ഇതാണ് നമ്മുടെ new node. ഇനി എന്താ ചെയ്യുന്നത്, we already have ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്റ്റാക്ക് ഉണ്ട്. ഇതാണ് ടോപ്പ്. ഓക്കെ, ഇത് ഞാനിവിടെ 1 2 എന്ന് കൊടുത്തു. ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നു. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടത്, ഇൻഫോ ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു ഐറ്റം. ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഐറ്റത്തിനെ ഞാൻ ഇൻഫോ ഓഫ് ന്യൂയിലേക്ക് ഇട്ടു. ന്യൂ എന്താ 10. ഇൻഫോ ഓഫ് ന്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ പുതിയ ഐറ്റത്തിന് ഇട്ടു. ലെറ്റ് ബി സി. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഓക്കെ, ഇത് സി. ഇനി എന്താ, ലിങ്ക് ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു ടോപ്പ്. ന്യൂ 10, അതായത് ഇത് അതിൻ്റെ ലിങ്ക് ഓഫ് ന്യൂവിൻ്റെ അകത്തേക്ക് എന്താണ് ഇട്ടിരിക്കുന്നത്, ലിങ്ക് ഓഫ് ന്യൂവിൻ്റെ അകത്തേക്ക് ഐ എം ഗോയിങ് ടു പുട്ട് ടോപ്പ്. ടോപ്പ് എന്താ 1. So this will be 1. That means now this points to this node. Okay, first node ആയി. ഇനി എന്ത് ചെയ്യണം, ടോപ്പ് ഇസ് ഈക്വൽ ടു ന്യൂ. ടോപ്പിൻ്റെ അകത്തേക്ക് ന്യൂവിൻ്റെ അഡ്രസ്സ് ഇട്ടു. ന്യൂ എന്താ 10. So now this points to this node. That means this is the first node, second node and third node. ഇപ്പോൾ ടോപ്പ് ഇതായി. ഇനി എന്താ, avail is equal to link of avail. നേരത്തെ അഡ്രസ്സ് ഇവിടെ വരണം, ഇവിടെ 20 വന്നു. So this will point to this node. ഇത് ആദ്യം ചെയ്യേണ്ടതാണ് കേട്ടോ. So this is a view. ഇനിയും നമുക്ക് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും ന്യൂ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. So this is push. Now if you want to do pop operation, we see if top is equal to null, that means under fruit there is no element to delete, that the stack is empty. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഫോ ഓഫ് ടോപ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, ആ ഇൻഫോ ഭാഗം എടുത്ത് ഐറ്റത്തിലേക്ക് ഇടുക. ആൻഡ് നൗ ടെംപ് ഇസ് ഈക്വൽ ടു ടോപ്പ് ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് ടോപ്പ്. ഓക്കെ, ടെംപ് ഇസ് ഈക്വൽ ടു ടോപ്പ് ആൻഡ് ടോപ്പ് ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് ടോപ്പ് ആൻഡ് ലിങ്ക് ഓഫ് ടെംപ് ഇസ് ഈക്വൽ ടു അവെയിൽ. അവെയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവെയിൽ ഇസ് ഈക്വൽ ടു ടെംപ്. ഓക്കെ, യു ട്രൈ ഔട്ട് ആൻഡ് സി, ജസ്റ്റ് ലൈക്ക് വി ഡിഡ്. ഒരു അഡ്രസ്സൊക്കെ കൊടുത്ത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത് തന്നെ നമ്മൾ സിയിൽ സ്റ്റാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത പോലെ ലിങ്ക് ലിസ്റ്റ് വെച്ചതും നിങ്ങൾ സ്റ്റാക്ക് ചെയ്യുക. അതൊരു പ്രോഗ്രാം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുക. ഓക്കെ.